ഹലോ നമസ്കാരം സുഹൃത്തുക്കളെ. അപ്പം ഞാൻ ഇന്ന് വന്നിരിക്കുന്നതെന്ന് വെച്ചാൽ ഇന്നലെ ഞാനൊരു ലോങ് വീഡിയോ ഇട്ടായിരുന്നു. അതിനകത്ത് നിങ്ങൾ കണ്ടിട്ടില്ലാത്തവരുണ്ടെങ്കിൽ അതൊന്ന് കയറി കാണണം. അതിൻ്റെ ഒരു ബാക്കിയായിട്ട് 2 വാക്ക് പറയാനായിട്ടാണ് ഞാൻ ഇപ്പോൾ വന്നിരിക്കുന്നത്. ഈ 2 വീഡിയോ നിങ്ങളൊന്ന് കണ്ടു നോക്കണം. അതിൽ ഒരാൾ അദ്ദേഹം പറയുന്നത്, ഭാര്യ മരിച്ചപ്പം ഭർത്താവിന് വലിയ പ്രശ്നമൊന്നും തോന്നിയില്ല. ഒരാഴ്ച കഴിഞ്ഞ് അദ്ദേഹം രാത്രി കിടക്കുമ്പോൾ ഒരു വല്ലാത്ത നെഞ്ചുവേദന. അയാൾ ആ നെഞ്ച് പതുക്കെ ഇങ്ങനെ തടവിയിട്ട് ഉറക്കെ പറഞ്ഞു, നബീസ ലേശം ചൂടുവെള്ളം വേണം. 3 തവണ വിളിച്ചിട്ടും അയാൾക്ക് നബീസ വിളിയേക്കുന്നില്ല. അയാൾ കൈകൊണ്ട് ഇങ്ങനെ തടവി നോക്കിയപ്പോ അയാൾക്ക് മനസ്സിലായി നബീസയാ മരിച്ചത് എന്ന്, പോയിട്ടുണ്ടല്ലോ എന്ന്. അപ്പോഴാക്കോ അയാളെ വേദന, അവളുടെ വില മനസ്സിലായത്. അവസാനം അയാൾ തപ്പിത്തടഞ്ഞ് ഡൈനിങ് ഹാളിൽ വന്ന് ജഗ് എടുത്ത് ഇങ്ങനെ വെള്ളം ഒഴിക്കാൻ നോക്കുമ്പോ ജഗ്ഗിൽ ഒരു തുള്ളി വെള്ളമില്ല. അയാൾക്ക് ഉറപ്പായി ജമീല മരിച്ചത് ജീവിതത്തിൽ ഏറ്റവും വലിയ നഷ്ടമാണ് എന്ന്. കാരണം എന്നും ജഗ്ഗിൽ വെള്ളം എടുത്തേക്കുമ്പോൾ ഭർത്താവ് ചോദിക്കാറുണ്ട്, എന്തിനാ ജമീല അത് എടുത്തേക്കണത്? ഓള് പറയും, രാത്രി ഒരു വേദന വന്നാ പെട്ടെന്ന് എടുത്തു കുടിക്കാലോ എന്ന്. അവസാനം മക്കളെ വാതിലിന് അയാൾ ഇങ്ങനെ മുട്ടി. പലതവണ മുട്ടിയപ്പൻ വെറുപ്പോടെ വാതിൽ തുറന്ന് മുടി വാരിക്കെട്ടി മരുവോളും മോനും ചോദിച്ചു, ബാപ്പക്ക് ഉറക്കമില്ലേ നട്ടപ്പാതിരക്ക് എന്ന്. അപ്പൊ അയാൾക്ക് മനസ്സിലായി മരിച്ചത് ജമീലയല്ല, ഞാനാ ജീവനില്ലാണ്ടായി പോയത്. പെണ്ണുള്ളതുകൊണ്ടാ മനുഷ്യരെ നമ്മളിൽ പലരും ജീവിക്കുന്നത്. സ്ത്രീകളോട് നല്ല ബഹുമാനത്തോട് അദ്ദേഹം സംസാരിക്കുന്നുണ്ട്. അതിന്റെ അപ്പുറത്ത് വേറെ സംസാരിക്കുന്നുണ്ട്. അവൻ സംസാരിക്കുന്നതെന്ന് വെച്ചാൽ, ദേശത്ത് ആരാ കൂട്ടരെ നിങ്ങളെ പഠിപ്പിച്ചത് പെണ്ണിന്റെ വസ്ത്രം പാന്റും കുപ്പായെന്ന്? ആരാ പഠിപ്പിച്ചത്? ആരാണ് നിങ്ങളെ പഠിപ്പിച്ചത് എന്ന് നിങ്ങൾ ഓർക്ക്. ചുണ്ട് ചോപ്പിക്കുന്ന, കണ്ണ് വാലിട്ടെഴുതുന്ന, ആണിന്റെ വസ്ത്രം ധരിക്കുന്ന, ആണിനെ ആകർഷിക്കുന്ന രൂപത്തിൽ നടക്കുന്ന പെണ്ണിനെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വിളിച്ച പേരെന്താ അറിയോ നിങ്ങൾക്ക്? വ്യഭിചാരിണി എന്നാണ്, വേശ്യാന്നാണ്. നിങ്ങളെ മോളെ മുഖത്ത് നോക്കിയിട്ട് ഒരു മനുഷ്യൻ വേശ്യാന്ന് വിളിച്ചാൽ നിങ്ങൾ ക്ഷമിക്കുവോ? അപ്പോൾ അവന്റെ പേരിൽ കേസെടുക്കണം, അല്ലെങ്കിൽ അവൻ ലോകത്തോട് മൊത്തം പെണ്ണുങ്ങളോട് മാപ്പും പറയണം. ഇന്നത്തെ കാലത്തെ എല്ലാ പെണ്ണുകുട്ടികളും പെണ്ണുങ്ങളും പെൺപിള്ളേരും വയസ്സായവരും എല്ലാവരും ഉപയോഗിക്കുന്ന വസ്ത്രമാണ് ജീൻസും പാന്റും ഷർട്ടും ഇതൊക്കെ. അപ്പോൾ അവരെല്ലാം വേശ്യയാണെന്ന് ഇവൻ പച്ചയ്ക്ക് വിളിച്ച് പറയുന്നുണ്ട്, ഇത്രയും ആക്ഷേപിക്കുന്നുണ്ട് പെണ്ണുങ്ങളെ. അപ്പോൾ അവന് നമ്മൾ കൊടുക്കണ്ടേ? അവന്റെ പേരിൽ കേസെടുക്കണം. എൻ്റെ അഭിപ്രായം മാത്രമല്ല, പലരുടെ അഭിപ്രായമാണത്. പല കമന്റുകൾ ഇന്നലെ പല വീഡിയോ വേറൊരാൾ ഇത് ചെയ്തായിരുന്നു, റിയാക്ഷൻ വീഡിയോ ചെയ്തിരുന്നു. അവൾക്കും കിട്ടിയ ഇഷ്ടം പോലെ മെസ്സേജാണ് ഇവന്റെ പേരിൽ കേസെടുക്കണമെന്ന്, അല്ലെങ്കിൽ അവൻ ലോകത്തുള്ള എല്ലാ പെണ്ണുങ്ങളോടും മാപ്പ് പറയണം. ഇത് രണ്ടും ചെയ്തിരിക്കണം. അല്ലാതെങ്കിൽ പെണ്ണുങ്ങളെ പറ്റി അത്രയും മോശമായിട്ട് അവൻ സംസാരിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഈ 2 വീഡിയോ ഒന്ന് കേട്ടു നോക്കണം. കാര്യം അപ്പം നിങ്ങൾക്ക് മനസ്സിലാകും എത്രയോ മാന്യമായിട്ട് സംസാരിക്കുന്ന ആണുങ്ങളും നാട്ടിലുണ്ടെന്ന്. ഇവനെ പോലെ തറ ആണുങ്ങളില്ലേ, വെറും തറയെന്ന് വെച്ചാൽ പെണ്ണിന്റെ വില വെറും അവൻ കണക്കാക്കുന്നത് ചവറ്റുകൊട്ടയിലാണ്. അതാണ് അവൻ പറഞ്ഞത്. ഈ പറഞ്ഞ ഡ്രസ്സുകൾ ഉപയോഗിക്കുന്ന പെണ്ണുങ്ങളെല്ലാം വേശ്യകളാണ്. റസൂല് പറഞ്ഞത് അവൻ പറയുന്നത്. റസൂല് പറഞ്ഞോട്ടെ, റസൂലിന്റെ കാലത്ത് ജീൻസ് ഷർട്ടും പാന്റ് ഷർട്ടും ഒന്നും ഇല്ലല്ലോ. അത് ഇവനെടുത്ത് പറയണമെന്ന് നിർബന്ധമൊന്നുമില്ലല്ലോ. അപ്പോൾ ഇവന്റെ പേരിലൊരു നടപടി വേണേ, അത് നിങ്ങളെല്ലാവരും ഒന്നടങ്കം പറയണം. പെണ്ണുങ്ങൾ പ്രത്യേകിച്ച്, പെണ്ണുങ്ങളെ സ്നേഹിക്കുന്ന ആണുങ്ങളും അത് തീരുമാനിക്കണം. ഇവനെ പോലുള്ള നാറികളെ കൊണ്ട് ഇങ്ങനെ വാക്കുകൾ ഉപയോഗിപ്പിക്കരുത് നിങ്ങളാരും. കാരണം മാന്യമായിട്ട് ജീവിക്കുന്ന പെണ്ണുങ്ങൾ കൂടെ ആക്ഷേപമാണ് ഇവന്റെ വാക്കുകൾ. അവൻ പറഞ്ഞെന്താന്നറിയില്ലേ? ജീൻസ് ഷർട്ടും പാന്റും ഷർട്ടും ലിപ്സ്റ്റിക്കും കണ്ണെഴുതുക. എല്ലാ പെണ്ണുങ്ങൾക്കും കണ്ണെഴുതി വാലിട്ട ഒരുങ്ങാൻ ഇഷ്ടം കൊച്ചുനാളൊക്കെ. ഇപ്പൊ വലുതായപ്പോ ചിലരൊക്കെ മാത്രമേ ചെയ്യത്തുള്ളൂ. അതിന്റെ പേര് വേശ്യെന്ന. അതുകൊണ്ട് അവന്റെ പേരിൽ ഒരു കേസ് നടപടി വേണമെന്ന് എൻ്റെ ആഗ്രഹം, എൻ്റെ അഭിപ്രായം. നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾക്ക് അന്തസ്സായിട്ട് കമന്റ് ഇടാം. ഓക്കെ, ആ ലോങ് വീഡിയോ കണ്ടിട്ടില്ലാത്തവരുണ്ടെങ്കിൽ നിങ്ങൾ കയറി കണ്ടാൽ നിങ്ങൾക്ക് ഇതിന്റെ കാര്യമായിട്ടുള്ള കാര്യം നിങ്ങൾക്ക് മനസ്സിലാവും. ഇവനെ വെറുതെ വിടാൻ പാടില്ല എന്ന് തന്നെയാണ് എൻ്റെ തീരുമാനവും.